ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. SPYSS NYC മലയാളം ഓൺലൈൻ ഭഗവത്ഗീത അധ്യായനം 123 ദിവസമാണ് ഇന്ന്. 12ാം അധ്യായത്തിലെ ഭക്തിയോഗമാണ് പഠന വിഷയം. ഭക്തിയോഗത്തിലൂടെ ഭഗവാൻ വ്യക്തമാക്കുകയാണ് എന്താണ് ഭക്തി, ഒരു യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം എന്തൊക്കെയാണ് എന്നാണ് ഇതിലേക്ക് വിശദീകരണം. ഇതിലേക്ക് എല്ലാ യോഗ ബന്ധുക്കളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി ധ്യാന ശ്ലോകമാണ്. ധ്യാന ശ്ലോകത്തിന് വേണ്ടിയിട്ട് ഉഷ മാധവനൊക്കെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം അക്ക. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ പരമാത്മനേ നമഃ. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു ദേവ്യാസ വിശാലബുദ്ധേ പുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈക പ്രാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ഓപനിഷദോ ഗാവോ ത്വഗ്വാ ഗോപാലനന്ദനഃ പാർത്തോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതട ജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല. അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവഃ. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം ജ്ഞാനാഖ്യാനക കേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈരഹരഹ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസി ന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യേ സ്തവൈഃ വേദൈ സാംഗപദക്രമോപ നിഷദൈർഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്ത്യം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ നമഃ. ദേവായ തസ്മൈ നമഃ. ഹരി ഓം. ഇത് ചാൻഡിങ് റിവിഷൻ ആണ്. 1 മുതൽ 3 വരെ ശ്ലോകങ്ങളുടെ ചാൻഡിങ് റിവിഷൻ നൽകുന്നത് ലതാ മോഹൻ അക്കയും 4 മുതൽ 6 വരെ ശ്ലോകങ്ങളുടെ ചാൻഡിങ് റിവിഷൻ നൽകുന്നത് ബിനി അക്കയുമാണ്. ഇവർ രണ്ടുപേരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം അക്ക. ഓം നമോ ഭഗവതേ വാസുദേവായ. 12ാം അധ്യായം ഭക്തിയോഗം. ശ്രീ അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വം പര്യുപാസത്തെ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. ശ്രീഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്താ ഉപാസത്തെ ശ്രദ്ധയാ പരയോപേതാഃ തേ മേ യുക്തതമാ മതാഃ.
ये त्वक्षरमनिर्देश्यम् अव्यक्तं पर्युपासते सर्वत्र गमचिन्त्यं च कूटस्थमजलं ध्रुवम् सन्नियम्येन्द्रियग्रामं सर्वत्र समबुद्धयः ते प्राप्नुवन्ति मामेव सर्वभूतहिते रताः क्लेशोऽधिकतरस्तेषाम् अव्यक्तासक्तचेतसाम् अव्यक्ता हि गतिर्दुःखम् देहवद्भिरवाप्यते ये तु सर्वाणि कर्माणि मयि सन्न्यस्य मत्पराः अनन्येनैव योगेन मां ധ്യായന്ത ഉപാസതേ. ഹരി ഓം. ഇന്ന് പഠിക്കാൻ പോകുന്ന 7 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളുടെ ചാൻഡിങ് ഗൈഡൻസ് നൽകുന്നത് ജ്യോതി അക്കയാണ്. ഇതിൽ 7 മുതൽ 9 വരെ ശ്ലോകങ്ങളുടെ ചാൻഡിങ് റിപ്പീറ്റേഷൻ ചെയ്യുന്നത് പ്രേമലത അക്കയാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ സരോജിനി അക്കയുമാണ്. ആദ്യമായി ചാൻഡിങ് ഗൈഡൻസിന് വേണ്ടി ജ്യോതി അക്കയെയും റിപ്പീറ്റേഷന് വേണ്ടി പ്രേമലത അക്കയെയും തുടർന്നുള്ള എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് സരോജിനി അക്കയെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഭക്തിയോഗത്തിനെ കുറിച്ച് അല്ലെ. ഭക്തിയെ കുറിച്ചൊന്നും നമുക്ക് അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഭക്തി എന്നുള്ളതാണ് കലികാലത്തില് മുക്തിക്കുള്ള പ്രധാന കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ ഭക്തി എന്താ സംഭവിക്കണം ഇന്നത്തെ കാലത്ത് വെച്ചാല് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാണ്. അമ്പലത്തിൽ പോവാ, നാരായണീയം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, അതൊക്കെയാണ് ഭക്തി എന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ആ തെറ്റിദ്ധാരണ അത് ഭക്തിയിലേക്കുള്ള ഒരു മാർഗം മാത്രമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ചെയ്യണത് നല്ലതാണ്, പക്ഷെ അത് ഭക്തിയിലേക്കുള്ള മാർഗമാണ്. ഇപ്പൊ നമുക്ക് എറണാകുളത്തേക്ക് പോവാനൊരു വഴി വേണമല്ലോ, അതിനൊരു ഉപാധി വേണമല്ലോ. അതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്താണെന്ന് തിരിച്ചറിയുക, അതാണ് ഭക്തി. ഭഗവാൻ എന്താണ്? നമ്മൾ തന്നെയാണ് ഭഗവാൻ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യം തന്നെയാണ് ഭഗവാൻ എന്നുള്ളത് നമ്മൾ എന്ന് തിരിച്ചറിയണോ അന്ന് നമുക്ക് കർമ്മം ചെയ്യുമ്പോൾ എന്താ, നമ്മൾ കർമ്മഫലം പ്രതീക്ഷിക്കില്ല. ഭഗവാൻ കർമ്മഫലം പ്രതീക്ഷിക്കുന്നുണ്ടോ? പഞ്ചഭൂതങ്ങള് കർമ്മഫലം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അവരവരുടെ പ്രവർത്തികൾ ചെയ്യണു. ആ രീതിയിലേക്ക് എന്ന് നമ്മൾ മാറണോ അന്ന് നമ്മൾ ഭക്തരാണ്. അതാണ് ഭക്തി എന്നുള്ളതിന്റെ അർത്ഥം. അതല്ലാണ്ട് വെറുതെ അമ്പലത്തിൽ പോണതോ ഭാഗവതം വായിക്കണതോ രാമായണം വായിക്കണതോ നാരായണീയം വായിക്കണതോ ഭഗവത്ഗീത ശ്രവിക്കണതോ ഒന്നുമല്ല ഭക്തി എന്ന് പറയുന്നത്. ഇതിലത്തെയൊക്കെ കാതലായിട്ടുള്ള അംശം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഭഗവാനായിട്ട് മാറുക, അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തിയോഗം എന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. കർമ്മത്തിൽ നിന്നുള്ള ഫലം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധ്യാനത്തിനൊരു രൂപം കിട്ടും. ധ്യാനത്തിനൊരു രൂപം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാനം കിട്ടും. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ജ്ഞാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുക്തി കിട്ടി. അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഈ വഴി കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുക്തി എന്നുള്ളത് വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് ഭക്തിയോഗം എന്നുള്ള അധ്യായത്തില് ഭഗവാൻ അർജുനനോട് പറഞ്ഞു മനസ്സിലാക്കുന്നത്. നമ്മളത് ഓരോരുത്തരോടും ഭഗവാൻ പറയാൻ ഉദ്ദേശിച്ചത് അർജുനനോട് പറഞ്ഞു മനസ്സിലാക്കുന്നത്. നമുക്ക് 6 ശ്ലോകങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 7ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത്. തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത്. ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത്. ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത്. ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. ശ്ലോകം 8. മയ്യേവ മന ആതത്വ മയി ബുദ്ധിം നിവേശയ. മയ്യേവ മന ആദസ്വ മയി ബുദ്ധിം നിവേശയ. നിവസിഷ്യസി മയ്യേവ അധ ഊർധ്വം ന സംശയാഃ. നിവസിഷ്യസി മയ്യേവ അധ ഊർധ്വം ന സംശയഃ.
മയ്യേവ മന ആദത്സ്വ മയി ബുദ്ധിം നിവേശയാം നിവസിഷ്യസി മയ്യേവ അധ ഊർധ്വം ന സംശയാഃ. മയ്യേവ മന ആധസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അധ ഊർധ്വം ന സംശയഃ. ശ്ലോകം 9. അധ ചിത്തം സമാദാതും ന ശക്നോഷി മയി സ്ഥിരം. അധ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം. അഭ്യാസയോഗേന തതഃ മാമിച്ഛാപ്തും ധനഞ്ജയ. അഭ്യാസയോഗേന തതഃ മാമിച്ഛാപ്തും ധനഞ്ജയ. അധ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം. അഭ്യാസയോഗേന തതഃ മാമിച്ഛാപ്തും ധനഞ്ജയ. അധ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം. അഭ്യാസയോഗേന തതഃ മാമിച്ഛാപ്തും ധനഞ്ജയ. ഹരി ഓം സരോജിനിയേക്ക. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 12ാം ദശകത്തിലെ 7 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠന വിഷയമാക്കുന്നത്. അതിൽ 7 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾക്ക് ആണ് ഞാൻ വിശദീകരണം നൽകാൻ ശ്രമിക്കുന്നത്. ഇതിൽ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി 7ാമത്തെ ശ്ലോകത്തിലേക്കാണ് കടക്കേണ്ടത്. 7ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോ ഇവിടെ 6ാം ശ്ലോകത്തിന്റെ തുടർച്ചയായിട്ടാണ് 7ാം ശ്ലോകം. അപ്പോ 6ാം ശ്ലോകം കൂടി ഒന്ന് പറഞ്ഞാലേ 7ാം ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. 6ാം ശ്ലോകത്തിൽ പറഞ്ഞത് എന്താണ്? ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. അതായത് ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. സകല കർമ്മങ്ങളെയും, സർവാണി കർമാണി സകല കർമ്മങ്ങളെയും എന്നിൽ തന്നെ സമർപ്പിച്ചിട്ട്, മയി സന്യസ്യ മത്പരാഃ എന്നിൽ തന്നെ സമർപ്പിച്ചിട്ട്, അനന്യേനൈവ യോഗേന എന്നെ തന്നെ പരാശരമായി കരുതി അചഞ്ചല യോഗത്തോടുകൂടി ഏത്തും മാം ധ്യായന്ത ഉപാസതേ ആരാണോ എന്നെ ധ്യാനിക്കുന്നവരായി ഉപാസിക്കുന്നവർ. അത്രയാണ് നമ്മൾ 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. ആരാണോ എന്നെ അങ്ങനെ എന്നിൽ തന്നെ ചിന്തയുറപ്പിച്ച് മനസ്സുറപ്പിച്ച് എന്നെ തന്നെ ധ്യാനിക്കുന്നവരാരാണോ അവരെ, അതാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. ഇനി അവരെ തേഷാം അഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം എന്ന് പറയുന്നു. അതായത് അങ്ങനെയുള്ളവരെ എന്തു ചെയ്യും? തേഷാം അഹം സമുദ്ധർത്ത ഞാൻ അവരെ ഉദ്ധരിച്ചു കൊണ്ടുവരും. അഹം സമുദ്ധർത്ത എവിടെ നിന്നാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്? ഭഗവാൻ ഉദ്ധരിക്കുന്നത് മൃത്യു സംസാര സാഗരാത്. അതായത് മൃത്യു സംസാര സാഗരം എന്ന് പറയാം. മൃത്യുവിൽ നിന്നും ഈ ജനന മരണങ്ങളിൽ എല്ലാം ഞാൻ അവരെ ഉയർത്തിക്കൊണ്ടുവരും. അവർക്ക് അതൊന്നും ഒരു ബാധകമല്ലാത്ത രീതിയിൽ ഞാൻ അവരെ ശ്രദ്ധിച്ചു കൊള്ളാം. അവരെ ഞാൻ ഉയർത്തിക്കൊണ്ട് വരും. സമുദ്ധർത്ത ജനന മരണ രൂപമായ സംസാര സാഗരത്തിൽ നിന്ന് ഭവാമി ന ചിരാത് മയ്യാവേശിത ചേതസാം. അല്ലയോ പാർത്ഥ, എങ്ങനെയാണ് അത് കൂട്ടി പറയുകയാണെങ്കിൽ, അല്ലയോ പാർത്ഥ, സകല കർമ്മങ്ങളെയും എന്നിൽ സമർപ്പിച്ച് എന്നെ തന്നെ പരാശ്രയമായി കരുതി
അചഞ്ചല യോഗത്തോടു കൂടി എന്നെ ധ്യാനിക്കുന്നവരായി അങ്ങനെ ഉപാസിക്കുന്നവരാരാണോ, എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചിരിക്കുന്ന അവരെ ഒട്ടും വൈകാതെ ജ്ഞാനരൂപമായ ജനന മരണരൂപമായ ഈ സംസാര സാഗരത്തിൽ നിന്ന്, ഈ സംസാര സമുദ്രത്തിൽ നിന്ന് ഞാൻ അചിരേണ അവരെ കരകയറ്റാം, ഉദ്ധർത്തും അവരെ ഞാൻ ഉദ്ധരിച്ചു കൊള്ളാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതാണ് ഈ 7ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പറയുന്നത്. തികഞ്ഞ ഭക്തനാവുക, ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിക്കുക. അങ്ങനെ ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുക. ഏത് രീതിയിലുള്ള പ്രവർത്തനമായാലും പ്രശ്നമില്ല, അത് ഭഗവത് ഭക്തിയിൽ ഉറച്ചതാകണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായും അതീന്ദ്രമായ ഈ ജപം അങ്ങനെ ഭഗവാനിലേക്ക് തന്നെ നമ്മളെ ആകർഷിക്കും. ഭഗവാൻ നമ്മളെ തീർച്ചയായും ഉദ്ധർത്തും ഉയർത്തി കൊണ്ടുവരും എന്നാണ് 7ാമത്തെ ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി 8ാമത്തെ ശ്ലോകത്തില് എന്താണ് പറയുന്നത്? മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. മയ്യേവ, മൈ എന്നാണ് എപ്പോഴും പറയുന്നത്. മൈ എന്ന് പറഞ്ഞാൽ എന്നിൽ എന്നാണ് അർത്ഥം. മയ്യേവ എന്നിൽ തന്നെ, മയ്യേവ എന്നിൽ തന്നെ, മന ആധത്സ്വ മനസ്സ് ഉറപ്പിച്ചിട്ട്, മൈ ബുദ്ധിം നിവേശയ എന്നിൽ തന്നെ ബുദ്ധിയും വ്യാപരിപ്പിച്ചുകൊണ്ട്, എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് എന്നിൽ തന്നെ ബുദ്ധിയും ആവേശിപ്പിച്ചുകൊണ്ട്, ബുദ്ധിയെയും എന്നിൽ തന്നെ നിർത്തിക്കൊണ്ട്, നിവസിഷ്യസി മയ്യവേ എന്നിൽ തന്നെ ജീവിക്കുക, എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് ബുദ്ധിയും എന്നിൽ തന്നെ ഉറപ്പിച്ച് എന്നിൽ തന്നെ ശരീരവും എന്നിൽ തന്നെ ആകും. അപ്പോ അങ്ങനെ ശരീരവും എന്നിൽ തന്നെ ഉറപ്പിച്ച് ഇരിക്കുന്ന ശരീരം എന്നിൽ തന്നെ അപ്പോ വസിച്ചുകൊള്ളും എന്നാണ് ഇവിടെ പറയുന്നത്. നിവസിഷ്യസി മയ്യേവ എന്നിൽ തന്നെ, നിന്റെ ശരീരവും എന്നിൽ തന്നെ അപ്പോ നിവസിക്കും, എന്നിൽ തന്നെ ജീവിക്കും. അങ്ങനെ എന്നെ തന്നെ മനസ്സുറപ്പിച്ച് എന്നിൽ തന്നെ ബുദ്ധിയും ഉറപ്പിച്ച് എന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ശരീരവും എന്നിൽ തന്നെ ആയി പോകും എന്നാണ് പറയുന്നത്. എന്നിൽ തന്നെ വ്യാപരിപ്പിച്ചു കഴിഞ്ഞാൽ നീ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ നിവസിക്കും, ഒരു സംശയവുമില്ല എന്നാണ് പറയുന്നത്. അത ഊർധ്വം ന സംശയ, തീർച്ചയായും ഞാൻ അങ്ങനെ നിന്നെ ഉദ്ധരിക്കും, അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് ഈ 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാന്റെ സേവനത്തിൽ ഭക്തിപൂർവ്വം മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് ഭഗവാനുമായി നേരിട്ടുള്ള ബന്ധമാണുള്ളത്. അതുകൊണ്ട് ആദ്യം മുതൽക്കേ അയാൾ അതീന്ദ്രിയനാണ്, ഈ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ്. അങ്ങനെയുള്ള ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് ആ സുഖം അനുഭവിക്കാനാകൂ. ഇതാണ് ഈ 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അധ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. അല്ലയോ പാർത്ഥ, അധ ചിത്തം സമാധാതും അങ്ങനെ മനസ്സുറപ്പിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, ശക്നോഷി നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, ശക്നുമഹ എന്ന് പറഞ്ഞാൽ സാധിക്കും എന്നുള്ള, ഇവിടെ ശക്നോഷി അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? മയി സ്ഥിരമായി എന്നിൽ അങ്ങനെ ചിത്തം അർപ്പിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അഭ്യാസയോഗേന തതഃ മാമിച്ഛാപ്തും ധനഞ്ജയ, അങ്ങനെ അഭ്യാസയോഗത്തിൽ കൂടി ഇങ്ങനെ മനസ്സിനെ നിനക്ക് ധ്യാനിക്കാൻ പറ്റുന്നില്ല, മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ധ്യാനിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അഭ്യാസം കൊണ്ട് ക്രമേണ അതിന് ചില നിഷ്ഠകളുണ്ട്, ആ നിയമങ്ങൾക്കനുസരിച്ചിട്ടുള്ള അഭ്യാസം കൊണ്ട് തീർച്ചയായും നിനക്ക് എന്നെ പ്രാപിക്കാൻ കഴിയും ധനഞ്ജയ. ധനത്തെ ജയിച്ചവൻ പോലും ഈ മനസ്സിനെ ജയിക്കണം, അതാണ് ധനഞ്ജയ എന്ന് പ്രത്യേകം അവിടെ പറയുന്നത്. നീ ധനഞ്ജയനാണ്, നിനക്ക് മനസ്സിനെയും ജയിക്കാൻ സാധിക്കും.
അഥ ചിത്തം സമാധാതും, അങ്ങനെ സമനിലയിലാക്കാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ന ശക്നോഷി, സ്ഥിരമായി നിന്റെ മനസ്സ് എന്നിൽ ഉറപ്പിക്കാനും എന്നെ ധ്യാനിക്കാനും നിനക്ക് കഴിയുന്നില്ല എന്ന് വരികയാണെങ്കിൽ, ഇനിയും സ്ഥിരമായി മനസ്സുറപ്പിക്കാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ അഭ്യാസ യോഗേന, അതായത് അഭ്യാസ യോഗത്താൽ, തതഹ അനന്തരം, മാം എന്നെ ഇച്ഛാപ്തും പ്രാപിക്കുവാൻ ഇച്ഛിക്കുക. അഭ്യാസത്തോടുകൂടി പരിശീലിച്ചുകൊണ്ട്, അഭ്യാസങ്ങൾക്ക് പല നിഷ്ഠകളുണ്ട്, ആ നിഷ്ഠകൾക്കനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നീ എന്നെ പ്രാപിക്കാനായിട്ട് യത്നിക്കുക. അത് ഭക്തിയെക്കാളും ഭക്തി പോലെ തന്നെ പ്രാധാന്യമാണ് ഈ യോഗാഭ്യാസങ്ങൾ. അങ്ങനെ യോഗാഭ്യാസം കൊണ്ട് എന്നിൽ എത്താനായിട്ട് നീ പരിശീലിക്കുക. ഭക്തി യോഗത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് അഭ്യാസ യോഗേന എന്നെ പ്രാപിക്കുവാനുള്ള ആഗ്രഹം നീ മെല്ലെ വളർത്തിയെടുക്കുക. നിനക്കിപ്പോ എന്നിൽ മനസ്സുറപ്പിച്ച് നിനക്ക് ഭക്തി കിട്ടുന്നില്ലെങ്കിൽ, മനസ്സുറപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നീ അഭ്യാസ യോഗത്തോടെ, അതിന്റെ ധാരാളം നിയമങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്, അതനുസരിച്ച് അഭ്യാസം കൊണ്ട് നീ എന്നെ പ്രാപിക്കുവാനുള്ള ആഗ്രഹം ഉള്ളിൽ വളർത്തിയെടുക്കൂ എന്നാണ് ഈ 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ ഭക്തിയോഗത്തിന്റെ 2 വ്യത്യസ്ത പ്രക്രിയകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, മനസ്സും ബുദ്ധിയും ഭഗവാനിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് ഭഗവത് സേവനം ചെയ്താൽ തീർച്ചയായും പരമപദം പ്രാപ്തമാകും. രണ്ടാമത്തേത്, അത് സാധിക്കാത്തവർക്ക് വിധിപൂർവകമായ ചില അഭ്യാസ യോഗങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട്. അങ്ങനെ ആചാരപ്രകാരം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ക്രമേണ ഭഗവാനിലുള്ള ആസക്തി വർദ്ധിക്കുകയും പരമപദ പ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് 9ാമത്തെ ശ്ലോകത്തിലും 7 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾക്ക് ഇത്രയുമാണ് ഞാൻ വ്യാഖ്യാനം തന്നിട്ടുള്ളത്. ഹരി ഓം. ഹരി ഓം. 10 മുതൽ 12 വരെ ശ്ലോകങ്ങളുടെ ചാൻഡിങ് റെപ്പിറ്റേഷൻ ചെയ്യുന്നത് വനജയൊക്കെയാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ രത്നവല്ലിയൊക്കെയാണ്. ചാൻഡിങ് ഗൈഡൻസ് ജ്യോതിക്കയുമാണ്. ഹരി ഓം. ഒരു 3 പേരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ശ്ലോകം 10. അഭ്യാസേഭ്യ സമർത്ഥോസി മത്കർമ്മ പരമോ ഭവ. അഭ്യാസേഭ്യ സമർത്ഥോസി മത്കർമ്മ പരമോ ഭവ. മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. അഭ്യാസേഭ്യമസമർത്ഥോസി മത്കർമ്മ പരമോ ഭവ. മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. അഭ്യാസേഭ്യ സമർത്ഥോസി മത്കർമ്മ പരമോ ഭവ. മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. ശ്ലോകം 11. അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ. അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ. സർവകർമ്മഫലത്യാഗം തതഃ കുരു യഥാത്മവാൻ. സർവകർമ്മഫലത്യാഗം തതഃ കുരു യഥാത്മവാൻ. അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ. സർവകർമ്മഫലത്യാഗം തതഃ കുരു യഥാത്മവാൻ. അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ. സർവകർമ്മഫലത്യാഗം തതഃ കുരു യഥാത്മവാൻ. ശ്ലോകം 12. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത്
ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ. ധ്യാനാത് കർമ്മഫലത്യാഗഃ ത്യാഗാത് ശാന്തിരനന്തരം. ധ്യാനാത് കർമ്മഫലത്യാഗസ്ത്യാഗാത് ശാന്തിരനന്തരം. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ. ധ്യാനാത് കർമ്മഫലത്യാഗഃ ത്യാഗാത് ശാന്തിരനന്തരം. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ. ധ്യാനാത് കർമ്മഫലത്യാഗസ്ത്യാഗാത് ശാന്തിരനന്തരം. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീതയുടെ 12ാമത്തെ അധ്യായമായ ഭക്തിയോഗമാണ് നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് 9 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 10, 11, 12 ശ്ലോകങ്ങളാണ് ഇവിടെ ഇപ്പൊ പാരായണം ചെയ്തത്. അതിന്റെ വ്യാഖ്യാനത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ അധ്യായം ആരംഭിക്കുന്നതിന് അർജുനൻ ഭഗവാനോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. എന്താണ് അർജുനൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ഭഗവാനെ സർവകർമാർപ്പണം ചെയ്ത് അങ്ങയിൽ തന്നെ എപ്പോഴും ഉപാസിക്കുന്ന ഭക്തന്മാരോ അഥവാ ഏതൊരുവർ നിർവിശേഷമായിരിക്കുന്ന ബ്രഹ്മത്തെ ഉപാസിക്കുന്നുവോ, ഇതിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠന്മാർ എന്ന ഒരു ചോദ്യമാണ് അർജുനൻ ഭഗവാനോട് ചോദിച്ചത്. അപ്പോ ഭഗവാൻ അതിന് ഉത്തരം കൊടുത്തു, രണ്ടുപേരും ശ്രേഷ്ഠന്മാർ തന്നെ. പക്ഷേ ബ്രഹ്മോപാസന മറ്റേതിനെ അപേക്ഷിച്ച് അല്പമല്ല വളരെ വൈഷമ്യം കൂടുതലായ ഒരു പ്രക്രിയയാണ്. തുടർന്ന് ഭഗവാനിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങൾ, അതായത് ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗങ്ങൾ അർജുനനായി ഉപദേശിക്കുകയാണ്, നമുക്ക് കൂടെ വേണ്ടി. ഓരോ മാർഗം ഉപദേശിക്കുന്നു. അപ്പോ വീണ്ടും ഈ മാർഗത്തിന് നീ അശക്തനാണെങ്കിൽ അതിനേക്കാൾ ലളിതമായ മറ്റൊരു മാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഈ 10ാമത്തെ ശ്ലോകത്തില് അതേപോലെ ഭഗവാനിലേക്ക് എത്താൻ, അതായത് ഭഗവാനെ പ്രാപിക്കാൻ നാം ചെയ്യേണ്ട ഓരോ മാർഗങ്ങളാണ് ഉപദേശിക്കുന്നത്. അപ്പൊ 10ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. അഭ്യാസേപ്യസമർത്ഥോസി മത് കർമ്മ പരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിം അവാപ്സസി. അഭ്യാസേ അപി അസമർത്ഥഃ. അതായത് 9ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്, അതിനു മുമ്പുള്ള ഉപായം ചെയ്യാൻ നീ അശക്തനാണെങ്കിൽ അഭ്യാസയോഗം കൊണ്ട് ചിത്തത്തെ നിവർത്തിപ്പിച്ച് ഭഗവാനെ പ്രാപിക്കുവാൻ പ്രയത്നം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ അഭ്യാസയോഗം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നല്ല. നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക്, അർജുനന് കുറച്ചും കൂടെ കഴിയുമായിരിക്കാം. പക്ഷെ അഭ്യാസയോഗം ചെയ്യാൻ യമനിയമ ആസന ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ ക്രമമായി മാത്രം വളരെ പ്രയത്നിച്ചാൽ മാത്രമാണ് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കൂ. അപ്പോ അതിന് നീ അശക്തനാണെങ്കിൽ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അഭ്യാസത്തിലും നീ അശക്തനാണെങ്കിൽ മത് കർമ്മ പരമഹ ഭവ, എനിക്ക് പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതിൽ തൽപരനായി ഭവിച്ചാലും. മതർത്ഥം അപി
കർമാണി കുർവൻ, എന്റെ പ്രീതിക്കായി കർമ്മങ്ങളെ ചെയ്ത് സിദ്ധിം അവാപ്സ്യസി, നീ മോക്ഷത്തെ പ്രാപിക്കൂ എന്നാണ് ഈ ഒരു ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത്. അതായത് അഭ്യാസയോഗം ചെയ്യാനും നീ അശക്തനാകുന്നു എങ്കിൽ ഭഗവാന്റെ പ്രീതിക്കായി നീ കർമ്മം ചെയ്യൂ. അങ്ങനെ മത്കർമ്മ പ്രധാനനായി ഭവിക്കൂ. അതായത് ഭഗവാന്റെ പ്രീതിക്കായി, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള കർമ്മം ചെയ്യാം എന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ടിയിട്ടുള്ള കർമ്മം തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കർമ്മം ചെയ്താൽ അഭ്യാസം കൂടാതെ തന്നെ ഭഗവാന് വേണ്ടി കേവല കർമ്മം ചെയ്താൽ തന്നെ നിനക്ക് സിദ്ധി കൈവരും. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്ത് ആദ്യം മനഃശുദ്ധിയെ പ്രാപിക്കാം. മനഃശുദ്ധി പ്രാപിക്കുമ്പോൾ തുടർന്ന് യോഗത്തെയും ഒടുക്കം മോക്ഷസാധനമായ ജ്ഞാനത്തെയും പ്രാപിക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. അതായത് ഭടന്മാർ രാജാവിന് വേണ്ടി എങ്ങനെയാണോ കർമ്മം ചെയ്യുന്നത്, അതുപോലെ എനിക്ക് വേണ്ടി നീ കർമ്മം ചെയ്താലും. അപ്പോ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോൾ ഈ ചെയ്യുന്ന ആളും ഭഗവാനായി മാറും. ക്രമേണ അങ്ങനെ മനഃശുദ്ധി വന്നിട്ട് ഭഗവാനായി മാറും എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീകൃഷ്ണനായി മാറുന്നല്ലേ, ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു മനഃശുദ്ധി നമുക്ക് കിട്ടും. നമ്മളുടെ മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളും നീങ്ങി നമ്മൾ ഈ മായയിൽ നിന്ന് ആയാൽ തന്നെ എല്ലാ കാര്യത്തിൽ നമുക്ക് ഒട്ടല് ഒഴിവാവും. അപ്പൊ തന്നെ ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോ ഭഗവാൻ പറയുന്നു, എനിക്ക് വേണ്ടി നീ കർമ്മം ചെയ്യൂ. അങ്ങനെ കർമ്മം ചെയ്യുമ്പോ മനഃശുദ്ധി കൈവരും. മനഃശുദ്ധി കൈവരുന്നതിനനുസരിച്ച് ഇനി നിനക്ക് എന്നെ പ്രാപിക്കാനുള്ള സിദ്ധി കൈവരും. ഇതാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം 11. അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തതഃ കുരു യഥാത്മവാൻ. ഏതത് അപി കർത്തും, ഇതുകൂടി, ഈ ഒരു ഉപായം കൂടി ചെയ്യുന്നതിന് അശക്തഃ അസി അഥ, നീ ശേഷിയില്ലാത്തവനാണ് എങ്കിൽ തദഹ, പിന്നെ മദ്യോഹം ആശ്രിതഃ, എന്നെ തന്നെ ശരണം പ്രാപിച്ചവനായി യഥാത്മവാൻ, യഥചിത്തനായിട്ട്, അതായത് നിശ്ചയമായ മനസ്സോട് കൂടിയവനായിട്ട് സർവകർമ്മ ഫലത്യാഗം, സകല കർമ്മങ്ങളെയും ഈശ്വരാർപ്പണം ചെയ്യുന്നതായ ത്യാഗത്തെ ഗുരു ചെയ്താലും. അതായത് ഇപ്പോ അഭ്യാസ യോഗത്തെക്കാൾ കുറച്ചും കൂടെ എളുപ്പമുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചത്. അപ്പൊ ഇപ്പൊ പറയാണ് 11ാമത്തെ ശ്ലോകത്തില്, ഇനി അതും നീ ചെയ്യാൻ നീ അശക്തനാണ് എങ്കിൽ എന്ത് ചെയ്യാനാ പറയുന്നത്? മേൽപ്പറഞ്ഞ കർമാനുഷ്ഠാനത്തിന് കൂടി നീ അശക്തനാകുന്നു എങ്കിൽ എന്നെ തന്നെ ശരണം പ്രാപിച്ചുകൊള്ളൂ, ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചുകൊള്ളൂ. എന്നിട്ട് യഥചിത്തനായി, അതായത് ദൃഢമായ മനസ്സോടു കൂടിയവനായിട്ട് ഈ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും കർമ്മ ഫലങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്യാം. നമ്മള് ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും ഫലത്തെ നമ്മള് ചിന്തിക്കാൻ പാടില്ല എന്നാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മഫലം നാം ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്ക് ലഭിക്കണമെന്നില്ല. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചിട്ടായിരിക്കാം ഒരു കർമ്മം ചെയ്യുന്നത്. അതിന്റെ കർമ്മഫലം നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രത്യേക സംഗതി ആയിരിക്കാം.
ആ ഫലം അതിന് വന്നോളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. വേറെ എന്തെങ്കിലും ഒരു ഫലമായിരിക്കും ഒരുപക്ഷെ നമുക്ക് അതിന് കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കർമ്മഫലങ്ങളെയും ഈശ്വര അർപ്പണം ചെയ്യുന്ന ത്യാഗത്തെ ചെയ്തുകൊണ്ട് എന്നെ തന്നെ ശരണം പ്രാപിച്ച് ദൃഢമായ നിശ്ചയമായ മനസ്സോട് കൂടിയവനായിട്ട് നീ കർമ്മം ചെയ്യൂ എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അതായത് എൻ്റെ യോഗത്തെ ആശ്രയിച്ച് സമചിത്തനായിട്ട് സകല കർമ്മങ്ങളുടെയും ഫല സന്യാസത്തെ ചെയ്താലും. അപ്പോ 10ാമത്തെ ശ്ലോകത്തിൽ ഉള്ള രീതിയിൽ ഭഗവാനെ പ്രാപിക്കാൻ നീ അശക്തനാണെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമായ ഒരു രീതിയാണ് 11ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ അർജുനനോട് നമുക്കായിക്കൊണ്ട് പറയാണ്. നമുക്കും ഇപ്പം ജ്യോതിയൊക്കെ പറഞ്ഞതുപോലെ അമ്പലത്തിൽ പോവലും ഈ നാരായണീയ പഠനം, ഭഗവത്ഗീത അധ്യയനം ഇതൊന്നും പോരാ എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. പക്ഷേ ഇതിനൊക്കെ കുറച്ച് എന്താ പറയണ്ടേ പ്രയാസാണ് എന്നും അറിയാം. കാരണം ആദ്യം നമ്മൾ ഒന്നിനോടും ഒട്ടലില്ലാതെ ജീവിക്കണം. ബന്ധുക്കളായാലും നമ്മളുടെ കുട്ടികളായാലും ചെറുപ്പക്കാരാണെങ്കിൽ അച്ഛനോടും അമ്മയോടായാലും ആരോടും തന്നെ ഒട്ടലില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളിലും മായയാണ്, ഇതൊന്നും സത്യമല്ല എന്നുള്ള ഒരു ബോധം നമുക്ക് അറിയാമെങ്കിൽ കൂടി ഓരോ സന്ദർഭത്തിലും നമ്മൾ അത് മറക്കും. വീണ്ടും നമ്മള് ഇതൊക്കെ സത്യമാണ് എന്ന് തന്നെയാണ് നമുക്ക് ആ സമയത്ത് അനുഭവപ്പെടുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു വിഷമം. അത് നമുക്കറിയാം എന്തെന്ന് ഇതൊക്കെ മായയാണ് എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം കേൾക്കുന്നില്ലേ. അപ്പൊ ഇതൊക്കെ മായയാണ്, ഇതിൽ നിന്നൊക്കെ നമ്മള് ഒട്ടാതെ നിൽക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെയാണെന്ന് അല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്പൊ അമ്പാടിയില് കുറേ വർഷങ്ങള് ജീവിച്ചു. യശോദയെ വളർത്തമ്മയാണെങ്കിലും യഥാർത്ഥ അമ്മയെ പോലെ തന്നെ. പക്ഷെ അവിടുന്ന് മധുരയിലേക്ക് പോയപ്പോ പിന്നെ എത്രയോ വർഷങ്ങൾ അമ്പാടിയിലേക്ക് വന്നതേ ഇല്ല. അപ്പൊ ഭഗവാൻ എന്താന്ന് പറഞ്ഞാൽ ഒരൊട്ടലുമില്ല. ഭഗവാൻ നമ്മളെ പോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കുന്നു, പക്ഷെ ഒന്നിനോടും ഒട്ടുന്നില്ല. അതാണ് ഓരോ സംഭവം അത് കഴിഞ്ഞു. പക്ഷെ നമുക്ക് അതുപോലെ ആവാൻ കഴിയുന്നില്ല. അതാണ് നമ്മളുടെ പ്രധാന ദോഷം. അപ്പോ നമുക്ക് എല്ലാത്തിനോടുള്ള ഈ ബന്ധം കുറേയേറെ, മുഴുവനായില്ലെങ്കിലും കുറേയേറെ അതിൽ നിന്ന് മോചനം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മായയാണ്. ഇത് നമ്മൾ കാണുന്ന ഒന്ന് മാത്രമേ സത്യമുള്ളൂ. അതെന്താണ്? പരബ്രഹ്മം. അത് മാത്രമേ സത്യമുള്ളൂ. ബാക്കിയൊക്കെ മിഥ്യയാണ് എന്നുള്ള ബോധം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നിട്ട് നാം ചെയ്യുന്ന എല്ലാ കർമ്മത്തിന്റെയും ഫലം ഈശ്വരാർപ്പണമായി ചെയ്യാം. എന്നാൽ തന്നെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും. ഈ ജന്മം തന്നെ സാധിക്കും. പക്ഷെ അതിന് കുറച്ചുകൂടെ നമ്മള് മാനസികമായി ഉയരേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനസ്സിന് നമുക്ക് മനഃശുദ്ധി ഉണ്ടാവണം. എല്ലാത്തിലും ഒട്ടാതെ ജീവിക്കാനുള്ള ഒരു മനഃശുദ്ധി നമുക്ക് കിട്ടണം. അങ്ങനെ എൻ്റെ യോഗത്തെ ആശ്രയിച്ച് സമചിത്തനായിട്ട് സകല കർമ്മങ്ങളുടെയും ഫലസന്യാസത്തെ ചെയ്താൽ നിനക്ക് എന്നെ പ്രാപിക്കാൻ സാധിക്കും എന്നാണ് ഈ 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 12ാമത്തെ ശ്ലോകം. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗസ്ത്യാഗാച്ഛാന്തിരനന്തരം. അതായത് അഭ്യാസാത്, ജ്ഞാനരഹിതമായ അഭ്യാസത്തെക്കാൾ ജ്ഞാനം, യുക്തിസഹിതോപദേശപൂർവകമായ ജ്ഞാനം ശ്രേയഹി, ശ്രേഷ്ഠമായിരിക്കുന്നു. അതായത് ഈ ജ്ഞാനരഹിതമായ അഭ്യാസ യോഗത്തെക്കാൾ ജ്ഞാനം ശ്രേഷ്ഠമാണ് എന്നാണ്
ഈ 12ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറയാണ്. അതിൽ ഏതാണ് ശ്രേഷ്ഠം എന്നുള്ളത്. ജ്ഞാനരഹിതമായ അഭ്യാസത്തെക്കാൾ ജ്ഞാനം ശ്രേഷ്ഠമാകുന്നു. അപ്രകാരമുള്ള ജ്ഞാനത്തെക്കാൾ ധ്യാനം, ജ്ഞാനപൂർവകമായ ധ്യാനം വിശിഷ്ടമാകുന്നു. അപ്രകാരമുള്ള ധ്യാനത്തെക്കാൾ കർമ്മഫലത്യാഗ, ഉക്തലക്ഷണമായ കർമ്മഫലത്യാഗം ശ്രേഷ്ഠമാകുന്നു. ഇപ്രകാരമുള്ള ത്യാഗം കൊണ്ട് കർമ്മങ്ങളിലും തത്ഫലങ്ങളിലുമുള്ള ആസക്തി നിവൃത്തമായതിനാൽ മത്പ്രസാദം കൊണ്ട് അനന്തരം ശാന്തിഹി ഭവതി, ഉടനെ സംസാര നിവൃത്തി ഉണ്ടാകുന്നു എന്നാണ് ഈ ശ്ലോകത്ത് പറയുന്നത്. അതായത് ആദ്യം പറഞ്ഞ അഭ്യാസയോഗത്തെക്കാൾ, അവിവേകത്തോടു കൂടിയ അഭ്യാസയോഗത്തെക്കാൾ ശ്രേഷ്ഠമാകുന്നു ജ്ഞാനം എന്നാണ് പറയുന്നത്. അപ്പോ ഈ ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാകുന്നു ജ്ഞാനപൂർവകമായ ധ്യാനം. ജ്ഞാനത്തോടുകൂടിയുള്ള ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠമാകുന്നു കർമ്മഫലത്യാഗം എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്ത് പറയുന്നത്. ഇപ്രകാരമുള്ള ത്യാഗം കൊണ്ട് കർമ്മങ്ങളിലും തത്ഫലങ്ങളിലുമുള്ള ആസക്തി ഇല്ലാതാകും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞ തന്നെയാണ്, കർമ്മഫലത്യാഗം നമ്മൾക്ക് ചെയ്യാൻ ഉള്ള മനസ്സ് കിട്ടിയാല് ആ ത്യാഗം കൊണ്ട് തന്നെ കർമ്മങ്ങളിലും അതോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലുമുള്ള ആസക്തി നമുക്കുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഓരോ കാര്യം ചെയ്യും, നമ്മളുടെ സ്വധർമ്മം നമ്മൾ അനുഷ്ഠിച്ചേ പറ്റുന്നതാണ്. അപ്പൊ ആ സ്വധർമ്മം നമ്മളിങ്ങനെ ചെയ്യാം, അതിനോടൊന്നും നമുക്ക് ഒട്ടലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവത് പ്രസാദം ലഭിക്കുന്നു. അതിനാൽ സംസാര നിവൃത്തി ഉണ്ടാകുന്നു. ഈ സംസാരമാണ് നമ്മളെ ബന്ധനത്തിലാക്കുന്നത്. ആ സംസാര നിവൃത്തി ഈ ഭഗവത് പ്രസാദം കൊണ്ട്, ഒന്നിനോടുമുള്ള ആസക്തി ഇല്ലാതാകുമ്പോൾ ഭഗവത് പ്രസാദം ലഭിക്കുന്നു. അതോടുകൂടി സംസാര നിവൃത്തി ഉണ്ടാകുന്നു. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠം കർമ്മഫലത്യാഗം ആണ് എന്ന് ഭഗവാൻ പറയാണ്. പക്ഷെ ഉടനെ തന്നെ പറയുന്നുണ്ട്, പിന്നെ കർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അർജുന, ഈ മുകളിൽ പറഞ്ഞ 3 ഉപായങ്ങളെ അനുഷ്ഠിക്കാൻ അശക്തനാണെങ്കിൽ മാത്രം ആണ്, അങ്ങനെയുള്ള ഒരാൾക്കാണ് മുക്തി സാധനമായ സർവ കർമ്മ ഫലത്യാഗം ഞാൻ ഉപദേശിച്ചത്. അല്ലാതെ നിന്നെ പോലെയുള്ള ആൾക്കാർക്കല്ല എന്ന് തന്നെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഈ മറ്റുള്ള ഇപ്പൊ ഭഗവാൻ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ, അഭ്യാസയോഗ, അങ്ങനെയുള്ള പല അനുഷ്ഠാനങ്ങളും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാൻ അശക്തനായ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന പോലെയുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കുന്നു കൂടുതൽ ഇതിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള കഴിവില്ലാത്ത സാധാരണക്കാരായ നമ്മളെ പോലെയുള്ളവർക്ക് ബാക്കിയുള്ള 3 അനുഷ്ഠാനങ്ങളും ചെയ്യാൻ പറ്റില്ലെങ്കിൽ സർവ കർമ്മ ഫലത്യാഗം നിങ്ങൾ ചെയ്താൽ മതി, എന്നാൽ തന്നെ നിങ്ങളെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും, എന്നിട്ട് നിങ്ങൾക്ക് സിദ്ധി കൈവരും എന്നാണ് ഭഗവാൻ ഈ 12ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നു. അപ്പൊ അതുപോലെ നമുക്കും ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ 3 ശ്ലോകത്തിന്റെ വിശദീകരണം നിർത്തുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ട് ഇരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കുറച്ച് സമയം ബാക്കിയുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഇവിടെ ഈ അധ്യായത്തിൽ ഭക്തിയെ പറ്റി പറയുമ്പോൾ രൂപത്തെ ഉപാസിക്കുന്ന ഭക്തിയും അതുപോലെ തന്നെ തത്വത്തെ ഉപാസിക്കുന്ന 2 ഭക്തിയെ പറ്റിയിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ കുറച്ചും കൂടി പ്രാധാന്യം, അടുപ്പം രൂപത്തോട് കാണിക്കുന്നുണ്ട് ഇവിടെ. ആ രൂപത്തെ കണ്ട് അതിലൂടെ ഭക്തിയിലേക്ക് വരുന്നവര്. അപ്പൊ രൂപത്തിൽ നിന്ന് തത്വത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും അത്, അങ്ങനെയും ആവാം. അല്ലാതെ വേറൊരു കാരണം കൂടിയുണ്ട്. രൂപത്തെ ഉപാസിക്കുമ്പോൾ അത് എന്താ വെച്ചാൽ ആ രൂപത്തെ നമ്മൾ സ്വീകരിക്കുകയും വേണം, അതിനെ പെട്ടെന്ന് തന്നെ വിടുകയും വേണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതിൽ തന്നെ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ മനസ്സിൽ വരുന്ന ഒരു രൂപം ഏതാണ്? ഒരു മഹാഭാരതം സീരിയൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഏഷ്യാനെറ്റില്, അല്ലെ? ആ സീരിയലിലെ കൃഷ്ണൻ നമുക്ക് അധികം ഓർമ്മ വരാറുണ്ട്. അത് അയാൾ പേര് ഞാൻ മറന്നുപോയി. ഇതിപ്പോ ഇപ്പോഴും അത് ഏഷ്യാനെറ്റ് പ്ലസിൽ ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് പ്ലസിൽ. നിങ്ങൾ ആ സീരിയൽ കണ്ടവർക്ക് ആ കൃഷ്ണനെയാണ് ഓർമ്മ വരുന്നത്, അല്ലേ? ആ കൃഷ്ണൻ തന്നെ ഒരു ഹാർപ്പിക്കിന്റെ പരസ്യത്തിൽ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ആകെ ഒരു ഇത് വരും, അല്ലേ? അത് ആ കൃഷ്ണൻ എന്താ ഇതിൽ വന്നത്, അല്ലേ? അതൊരു ഇഷ്ടാവുകയില്ല നമുക്ക്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ നമ്മളങ്ങനെ ഉറച്ചു പോയത് കൊണ്ടാണ് അത് അങ്ങനെ വന്നത്, അല്ലേ? അദ്ദേഹം ഒരു നടനാണ്. അപ്പോൾ അധികം പൈസ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാറ്റിലും പോകും. പരസ്യത്തിൽ അഭിനയിക്കും, സീരിയൽ അഭിനയിക്കും, എല്ലാറ്റിലും അഭിനയിക്കും. അപ്പോൾ നമ്മൾ ആ രൂപത്തെ അങ്ങനെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ആ രൂപത്തെ തന്നെ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ പാടില്ല. അതിനെ വിടുകയും വേണം, സ്വീകരിക്കുകയും വേണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, അർജുനനോട് പറയുന്നത്. അപ്പോൾ മനസ്സ് എന്നിൽ അർപ്പിച്ചുകൊണ്ട്, ഭക്തിയുക്തമായി എന്നിൽ ഉറപ്പിച്ചുകൊണ്ട് എനിക്ക് കർമ്മങ്ങൾ ചെയ്യാനാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സിൻസിയർ ആയിട്ടുള്ള കർമ്മങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോ ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ നോക്കിയാൽ കാണാം, ജപ്പാൻ ഒരുപാട് അതിന് ക്ഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവിടെ ഒരു ബോംബിട്ടു, നാഗസാക്കിയിലും ഹിരോഷിമയിലും. അതുപോലെ തന്നെ ഇടക്കിടക്ക് അവിടെ ഭൂകമ്പം വരും, സുനാമി വന്നു. എന്നിട്ടും ഇന്ന് ലോകരാഷ്ട്രത്തിന് മുമ്പിൽ ജപ്പാൻ ഒരു വികസിത രാജ്യമായിട്ടാണ് നിൽക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അവർ ചെയ്യുന്ന കർമ്മങ്ങൾ എപ്പോഴും ഒരു സിൻസിയർ ആയിട്ടാണ് എല്ലാ വർക്കുകളും ചെയ്യുന്നത്. വർക്കിനെ അവർ തന്നെ ഒരു വർഷിപ്പായിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയായിരുന്നു. അവര് കുട്ടികളെ സ്കൂളിൽ ചേർത്തപ്പോൾ അക്ഷരങ്ങളെല്ലാം ആദ്യം പഠിപ്പിക്കുന്നത്. എങ്ങനെ ആൾക്കാരോട് പെരുമാറാം, എങ്ങനെ സ്വയം കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ അത്രക്ക് സിൻസിയർ ആയിട്ട് അവരെ കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടാണ് ആ രാഷ്ട്രത്തെ അവർക്ക് നല്ല രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഭക്തി എന്ന് പറയുന്നത് ആ കർമ്മത്തിൽ അത്രക്ക് നല്ല ദൈവമായ എന്നിൽ അർപ്പിച്ചുകൊണ്ട് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ ഒരു ഭക്തിയാകുന്നത് എന്നാണ് ഭഗവാൻ ഇവർ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ആചാരങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ അവിടെ അനുഷ്ഠിക്കണം, ആചാരപരമായ കർമ്മങ്ങൾ. അതെ, ത്രിമുതിരം തരും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ. ആ ത്രിമുതിരം സൂചിപ്പിക്കുന്ന നമ്മുടെ ത്രിഗുണാത്മകമായ മനസ്സിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ചന്ദനം തൊടുന്നുണ്ട്, അല്ലെ? നെറ്റിയിൽ നമ്മൾ ചന്ദനം തൊടും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ. ആ ചന്ദനം ഭൂമിയുടെ പ്രതീകമാണ്. അതുപോലെ തന്നെ പുഷ്പങ്ങൾ അർപ്പിക്കാറുണ്ട്. ആ പുഷ്പം ആകാശത്തിന്റെ പ്രതീകമാണ്. അതുപോലെ തന്നെ ദീപം അഗ്നിയുടെ പ്രതീകമാണ്. തീർത്ഥം തരുന്നത് അത് ജലത്തിന്റെ പ്രതീകമായിട്ടാണ്. ചന്ദനത്തിരികളും അതുപോലെ ധൂപങ്ങളൊക്കെ അവിടെ കത്തിക്കാറുണ്ട്. അതൊക്കെ വായുവിനെയാണ് പ്രതീകം ചെയ്യുന്നത്. അപ്പോൾ ഈ ആചാരങ്ങളൊക്കെ തന്നെയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ കൂടുതൽ അത് ഭഗവാനോട് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനന്യബോധം, ഭഗവാനുമായിട്ട് അന്യബോധമല്ല അനന്യബോധം, ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുവാനാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് മയ്യാവേശിത ചേതസ്സാമെന്ന്. അതെ, അപ്പോൾ നമ്മുടെ ഒരു ചേതസ് എന്ന് പറഞ്ഞാൽ ചിന്തകളാണ്. അപ്പോൾ നമ്മൾ മനസ്സ് സഞ്ചരിക്കുന്നത് ഒരു 4 കാര്യങ്ങളിൽ കൂടിയിട്ടാണ്. അതായത് ചിത്, ചിത്തം, ചിന്ത, ചിത. ഈ 4 കാര്യങ്ങളിൽ കൂടിയിട്ടാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിത് എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്. ആ ചൈതന്യം നമ്മൾക്ക് കിട്ടുന്നത് ഭഗവാനിൽ നിന്നാണ്. ആ ചൈതന്യത്തിൽ നിന്നാണ് ചിത്തം ഉണ്ടാകുന്നത്. ആ ചിത്തത്തിലാണ് ചിന്തകൾ ഉണ്ടാകുന്നത്, അല്ലെ? ചിന്തകൾ, വേണ്ടാത്ത ചിന്തകളും വേണ്ടുന്ന ചിന്തകളും ഒക്കെ അതിലേക്ക് വരും. അങ്ങനെ ചിന്തകൾ കൂടുതൽ കഴിഞ്ഞാൽ നമ്മളത് എരിഞ്ഞെരിഞ്ഞ് ഇല്ലാതാകും, അല്ലെ? അപ്പോൾ എന്താകും? അത് ചിതയായി മാറും. ചിത എപ്പോഴും ഇങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ചിത്, ചിത്തം, ചിന്ത, ചിത, ഈ 4 കാര്യങ്ങളിൽ കൂടിയിട്ടാണ് നമ്മുടെ മനസ്സ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിന്റെ യാത്ര. ആ മനസ്സിനെ മയ അർപ്പിത, എന്നിൽ അർപ്പിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, അങ്ങനെ മനസ്സിനെ ഉറപ്പിക്കാൻ എളുപ്പമാണ് ഭഗവാനെ? അതിന് ബുദ്ധിമുട്ടില്ലേ? അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മനസ്സിനെ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഭഗവാൻ മറുപടി കൊടുക്കുന്നുണ്ട്, നല്ലൊരു മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ മനസ്സിനെയും ബുദ്ധിയും തമ്മിലൂടെ താരതമ്യപ്പെടുത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്, അല്ലെ? മനസ്സിനും ബുദ്ധിയെയും താരതമ്യം ചെയ്യുമ്പോൾ, മനസ്സ് എന്ന് പറഞ്ഞാൽ അറിയാല്ലേ, ഇപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് അത് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ അല്ലാതെ നമ്മൾ ഉള്ളിലുള്ളതാണ്. അപ്പൊ മനസ്സ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച സംസ്കാരത്തിനനുസരിച്ചിട്ടാണ്, അല്ലെ? ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ആരെങ്കിലും നമ്മൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തിരിച്ച് ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ
അങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താളാണ് നമ്മൾ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിന് പ്രതികരിക്കും, റിയാക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ മനസ്സ് നല്ല ചിന്തകളാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കൂല, അതേ രീതിയിൽ പ്രതികരിക്കൂല. പിന്നെ നമ്മളൊരു ക്ഷമാപണം നമ്മൾ അവിടെ കാണും അല്ലെ. അപ്പോൾ ആ ക്ഷമ അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ബുദ്ധിയാണ് അല്ലെ. ബുദ്ധി ഇല്ലാത്തപ്പോഴാണ്, ആ ബുദ്ധി പ്രവർത്തിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് തിരിച്ച് ചീത്ത വിളിക്കുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ തിരിച്ചറിഞ്ഞങ്ങനെ ആ രീതിയിൽ പ്രതികരിക്കുകയില്ല അല്ലെ. അപ്പോൾ ബുദ്ധിയിൽ എപ്പോഴും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകും, ഒരു വേർതിരിക്കാനുള്ള കഴിവുണ്ടാകണം അല്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് സന്ദർഭത്തിനനുസരിച്ചിട്ട് പെരുമാറാൻ കഴിയണം. അപ്പോഴാണ് അവിടെ കഴിയുന്നതാണ് ബുദ്ധിയുടേത്. അപ്പൊ മനസ്സിന് സംസ്കാരം ഉണ്ടാക്കുന്നത് ബുദ്ധിയാണ്. നമ്മുടെ ജീവിതത്തിൽ ആ സംസ്കാരങ്ങളിലുള്ള മാറ്റം വരുത്തുന്നത് സംസ്കാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ആ സംസ്കാരത്തിൽ മാറ്റം വരുത്തുന്നത് ബുദ്ധിയാണ്. ബുദ്ധി തീരുമാനിച്ചിടത്തോളം കാലം മനസ്സിനെ ഉറപ്പിക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. അപ്പം ബുദ്ധി ഒരു തീരുമാനത്തിലെത്തണം മനസ്സിനെ ഉറപ്പിക്കാൻ. എന്നാൽ മാത്രമേ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ബുദ്ധി ഉറക്കണമെങ്കിൽ എന്ത് വേണം? സത്സംഗങ്ങൾ വേണം. സത്സംഗങ്ങൾ ഉണ്ടായാൽ മാത്രമേ ബുദ്ധി ഉറക്കുകയുള്ളൂ. അപ്പോൾ മനസ്സിനെ ഉറപ്പിക്കാൻ നമുക്ക് വേണ്ടത് അഭ്യാസമാണ്. അങ്ങനെ അഭ്യാസത്തിലൂടെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ബുദ്ധിയിലൂടെ, സത്സംഗത്തിലൂടെ ബുദ്ധിയെയും നമുക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ ഭക്തനായി മാറും എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കല്യാണം കഴിച്ച നാളുകൾ, ആ സമയത്ത് കല്യാണം കഴിച്ച ഉടനെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ഈ കറികളൊക്കെ ഉണ്ടാക്കുവാൻ ഇത്ര പെട്ടെന്നൊന്നും കഴിയുകയില്ല. എന്താ വെച്ചാൽ വീട്ടിൽ അമ്മയായിരിക്കും അത് ഉണ്ടാക്കി തരുന്നത്. ഇപ്പോൾ ഇവിടെ എന്താക്കുന്ന പറഞ്ഞാൽ ബുക്ക് നോക്കിയിട്ടായിരിക്കും പാചകമൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിൽ നോക്കും. പണ്ട് കാലത്താണെങ്കിൽ ബുക്ക് നോക്കിയിട്ട് പാചക പുസ്തകങ്ങളൊക്കെ വന്ന് ഉണ്ടാകും. അതിൽ നോക്കിയിട്ട് ഇപ്പോൾ ഒരു മസാലക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ക്യാരറ്റ് 100 ഗ്രാം, ബീട്രൂട്ട് 100 ഗ്രാം, ബീൻസ് 100 ഗ്രാം, അതൊക്കെ അതിൽ നോക്കി എടുത്തു വയ്ക്കും. അല്ലെങ്കിൽ ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എല്ലാം ഇതൊക്കെ ഉണ്ടാക്കി മസാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെക്കും, സ്റ്റവിന് മേലെ വെക്കും. പക്ഷെ അത് കറി ആവണമെന്നില്ല അല്ലേ. അവിടെ ഒരു ബുദ്ധി പ്രവർത്തിക്കണം, സ്റ്റൗ കത്തിക്കണം, എന്നാൽ മാത്രമേ അത് കറി ആവുകയുള്ളൂ. അപ്പോൾ ആ ബുദ്ധിയെ, അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് ബുദ്ധി കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ എന്നിൽ ചിത്തത്തെ ഉറപ്പിക്കുക, എന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അല്ലെ. എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ബുദ്ധിയെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഭക്തനായി മാറും എന്നാണ് ഭഗവാൻ പറയുന്നത്. പയ്യെ തിന്നാൽ മുള്ളും തിന്നാം എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം, നിരന്തരമായ പ്രാക്ടീസിലൂടെ ഭഗവാനിലേക്ക് എത്തിപ്പെടാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളില് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഭക്തി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷനുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അല്ലെ. ടെൻഷൻ അധികം വരുന്നത് ഇങ്ങനെ ഒരുപാട് ചിന്തകളും ഒക്കെ വരുമ്പോഴാണ്. ആ ഭഗവാനിൽ അടുപ്പിച്ചുകൊണ്ട് ആ ടെൻഷൻ ഒഴിവാക്കുക. ആ മെന്റലി ഒരു നല്ലൊരു ഇത് ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഒരു നിത്യ യൗവനം, നമുക്ക് മാനസികമായ ഒരു യൗവനം, മെന്റൽ യൗവനം നമുക്ക് ഉണ്ടാക്കാം അല്ലെ. ശരീരത്തിന് പ്രായങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കും, അത് നമുക്ക് നിർത്താൻ സാധ്യമല്ല. പക്ഷെ ആ മനസ്സിനെ ഒരു യൗവനത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാവുകയില്ല. മനസ്സെപ്പോഴും നല്ല രീതിയിൽ ഏകാഗ്രമായി അല്ലെ, നല്ല ഭക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പൊ നിഷ്കമ്പേ നിത്യപൂർണ്ണെ ഭട്ടതിരിപ്പാട് പറഞ്ഞ പോലെ, അപ്പോ അങ്ങനെ മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ട് അങ്ങനെ എന്റെ തലത്തിലേക്ക് എത്തും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈവ ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. അങ്ങനെ ഇവിടെ ധ്യാന ശ്ലോകം ചൊല്ലിയ ഉഷാ മാധവനക്കും, അതുപോലെ തന്നെ ചാൻഡിങ് റിവിഷൻ നൽകിയ ലതാ മോഹനക്ക, അതുപോലെ തന്നെ ഉഷക്ക എന്നിവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ചാൻഡിങ് ഗൈഡൻസ് നൽകിയ ജ്യോതിയക്ക, റിപ്പീറ്റേഷൻ ഓഫ് ചാൻഡിങ് ചെയ്ത പ്രേമലതാക്ക, മനജാക്ക, എക്സ്പ്ലനേഷൻ ചെയ്ത സരോജിനി അക്കയും രത്നവല്ലിയക്കും, അതുപോലെ ബാക്കപ്പായി നിന്ന ഉഷാക്കയ്ക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. സമിതിയുടെ പേരിലും എന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ
ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സിന്ധു പ്രമോദക്കേക്കും അതുപോലെ തന്നെ സുനൈനക്കേക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ വന്ന എല്ലാ യോഗബന്ധുക്കൾക്കും വളരെയധികം സമിതിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അങ്ങനെ അടുത്തത് ലോക കല്യാണ മന്ത്രമാണ്. നിവർന്നിരിക്കാം, കൈകൾ നമസ്കാര സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാം കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.